ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിജയവാദങ്ങളുമായി കളം നിറയ്ക്കുകയാണ് മുന്നണികൾ. 8000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് കാവി പുതപ്പിക്കുമെന്ന NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന ഭൂരിപക്ഷ വോട്ടുകളിലും വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചതും മുനമ്പം വഖഫ് വിഷയങ്ങൾ അനുകൂലമാകുമെന്നും കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ കഴിഞ്ഞതും വോട്ടുകളായി മാറുമെന്ന് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഇതിലെ വാസ്തവം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. 2021 അപേക്ഷിച്ച് 5% വോട്ടിംഗ് ശതമാനമാണ് പാലക്കാട് കുറഞ്ഞിട്ടുള്ളത്. എങ്കിലും മറ്റ് തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് പി സരിന്റെ LDF പ്രവേശനവും അവസാന നിമിഷത്തിലുള്ള സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള എൻട്രിയും മൂത്താന്തറ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ RSS നടത്തിയ നീക്കങ്ങളും ഉൾപ്പെടെ ചേലക്കരയുടെ രാഷ്ട്രീയ പോരിന് വിരുദ്ധമായി വൈകാരികമായ തിരഞ്ഞെടുപ്പാണ് പാലക്കാട് കണ്ടത്. E. ശ്രീധരൻ മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ തുച്ഛമായ ഭൂരിപക്ഷത്തിൽ കടന്നുകൂടിയ ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിജയിപ്പിക്കണമെന്നത് അഭിമാന പ്രശ്നം കൂടിയാണ്. അതിനുവേണ്ട അണിയറ നീക്കങ്ങൾ കോൺഗ്രസ് നടത്തിയെന്നതിൽ ഒരു സംശയവും വേണ്ട. പ്രത്യക്ഷത്തിൽ അടുപ്പത്തിലാണെന്ന് തോന്നുമെങ്കിലും ഷാഫി പറമ്പിലിനോട് വിയോജിപ്പുള്ള ചാണ്ടി ഉമ്മനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനോട് വിയോജിപ്പുള്ള K. മുരളീധരനെയും പാലക്കാട് സജീവമാക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിനെ എത്രമാത്രം പ്രാധാന്യത്തോടെ കാണുമെന്നതിന് വലിയ തെളിവ് കൂടിയാണ്. കണക്കുകളിലെ കളി പ്രവചനാതീതമാണെങ്കിലും സാധ്യതകൾ ഇതെല്ലാം തന്നെയാണ്. BJP ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന ബൂത്തുകൾ എണ്ണിത്തുടങ്ങുമ്പോൾ BJP മുന്നിലെത്തും എന്നത് നിസ്സംശയം പറയാം. വോട്ടെണ്ണൽ 12ാം റൗണ്ടിലേക്ക് വരുമ്പോൾ BJP 10,000 വോട്ടുകളുടെ ലീഡിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ BJP വിജയത്തിലേക്കാണ് എന്ന് കരുതാം. എന്നാൽ മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന ബൂത്തുകളിൽ BJPയുടെ ലീഡ് 7,000-ന് താഴെയാണെങ്കിൽ പിരായിരി പഞ്ചായത്തിലെ UDF ശക്തി കേന്ദ്രമായ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുകയും കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിനുണ്ടായിരുന്ന പിരായിരി പഞ്ചായത്തിലെ 6,000-ന് മുകളിലുള്ള ലീഡ് 8,000-ന് മുകളിൽ എത്തിക്കാൻ രാഹുലിന് കഴിയുമെങ്കിൽ BJP 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന മാത്തൂർ, കണ്ണാടി ഗ്രാമപഞ്ചായത്തുകൾ പൊതുവെ ഇടതുപക്ഷ ശക്തി കേന്ദ്രങ്ങളാണെങ്കിലും ഇടതുപക്ഷത്തിന് കുറയുന്ന ഓരോ വോട്ടും ജയപരാജയത്തെ നിർണയിക്കുന്നതായിരിക്കും. സ്വതന്ത്രൻ എന്ന നിലയിൽ പി സരിനെ പരിഗണിച്ചതിൽ അമർഷമുള്ള ഇടതുപക്ഷ വോട്ടുകളും BJP ജയിക്കരുത് എന്നാഗ്രഹിക്കുന്ന മറ്റു വോട്ടുകളും ഈ പഞ്ചായത്തുകളിൽ UDFനെ സഹായിക്കുകയും അതുവഴി 5,800-നും 5,200-നുമിടയിലുള്ള ഭൂരിപക്ഷത്തിൽ പാലക്കാട് കോട്ട കാക്കാമെന്ന് തന്നെയാണ് UDF കരുതുന്നത്. മറ്റു മണ്ഡലങ്ങളിലെ ആദ്യ ട്രെൻഡിന് വിരുദ്ധമായി 11 മണി മുതലാണ് പാലക്കാട് ഇലക്ഷന്റെ ഗതി നിർണ്ണയിക്കുന്നത്. 35,000 വോട്ടുകളുള്ള LDF 45,000-ലേക്കെങ്കിലും വോട്ട് എത്തിച്ചില്ലെങ്കിൽ പി സരിനെ സ്വീകരിച്ച പാർട്ടി സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ഉത്തരം പറയേണ്ടി വരും.